ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ബ്രദറിൻ്റെ മക്കളൊക്കെ വീട്ടിൽ നിൽക്കാൻ വന്ന ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു, എല്ലാവരും ഡെയിലി റൊട്ടീനിലോട്ടൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു വരാൻ പറ്റിയ കുറേ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇന്ന് പക്ഷേ സ്കൂളിലെ ദിവസമല്ല, ഒരു അവധി ദിവസമാണ്, സൺഡേ വ്ളോഗാണ്. അപ്പോൾ അത് രാവിലെ എണീറ്റു മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു മാങ്ങ കിടപ്പുണ്ട് കേട്ടോ മുറ്റത്ത്. അത് പഴുത്ത് വീണതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് മാങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല, ആകപ്പാടെ 4-5 മാങ്ങയാണ് കിട്ടിയത്. അപ്പോൾ അത് കാസർഗോഡ് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കാണാനും ഇല്ല, ആരോ പറിച്ചുകൊണ്ട് പോയി. ഇപ്രാവശ്യത്തെ ലാസ്റ്റ് മാങ്ങയാണ്. അപ്പോൾ എന്തായാലും ഇത് കട്ട് ചെയ്ത് നോക്കിയപ്പോഴേക്കും പകുതിയും പുഴുവായിരുന്നു കേട്ടോ. എങ്കിലും ഒരു 2-3 കഷ്ണമൊക്കെ കഴിക്കാൻ കിട്ടി, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പുറത്തു നിന്ന് ചേച്ചിന്നൊരു വിളി കേട്ടിട്ട് ഞാൻ വന്ന് നോക്കിയതാ. അഭിഷേക് ചീരയും കൊണ്ട് വന്നതാട്ടോ. ഇടയ്ക്ക് വെള്ളരിക്കയും ചീരയും ഒക്കെ വീടുകൾ തോറും കൊണ്ട് നടന്ന് വിൽക്കുന്ന ആളാണ് അഭിഷേക്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ അഭിഷേകിന് ഭയങ്കര നാണം. പിന്നെ ഒരു 2 കെട്ട് ചീര വാങ്ങിട്ടോ. 20 രൂപയാണ് ഒരു കെട്ടിന്. കീടനാശിനി ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ചീരയാണ്. പിന്നെ അത് ഇക്കാടെ മക്കൾ വന്നപ്പം കുറച്ച് മാങ്ങ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ചെങ്കവരിക്ക മാങ്ങയാ, പഴുപ്പിച്ചാൽ നല്ല ടേസ്റ്റാണിത്. അപ്പം അതൊന്ന് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇതാ ബ്രദറിൻ്റെ മക്കളും എൻ്റെ മക്കളും എല്ലാവരും ഇതാ ഇവിടെ ഹാളിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവർ എണീറ്റിട്ടില്ല. രാത്രി ഒരുപാട് വൈകി ടി വി ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ അവർ കിടന്നത്. അതുകൊണ്ട് അവർ എണീക്കുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കട്ടെ. രാവിലെ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ റെഡിയാക്കുന്നത്. മക്കൾക്കാണെങ്കിൽ പൂരിയും മുട്ട റോസ്റ്റും നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നല്ല ടേസ്റ്റിൽ മുട്ട റോസ്റ്റൊക്കെ റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ നിങ്ങളൊന്ന് കയറി നോക്കാം കേട്ടോ. പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലുണ്ട് റെസിപ്പിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ ഇതാ സവാളയിലേക്ക് 3 പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പം ആ ഒരു ടൈമിൽ മുട്ട ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ച് കൊടുക്കുകയാണ്. മുട്ട പുഴുങ്ങുമ്പം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മുട്ട ഇങ്ങനെ പൊട്ടി ഒലിച്ച് ചീത്തയാവില്ല കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മുട്ട കിട്ടും. അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഞാനിതാ പ്രസ്സിൽ പൂരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ പരത്തുമ്പം ഒരുപാട് പൊടിമാവ് ഇങ്ങനെ ചേർന്നിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ വൃത്തികേടായി പോവും. അപ്പോൾ പ്രസ്സിലാവുമ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി. ഇനിയിപ്പം പൂരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ എണീറ്റിട്ട് ആ ഒരു സമയത്ത് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവർക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. കുട്ടികൾ തലേദിവസം വന്നതായിരുന്നു സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് തലേദിവസം രാത്രി വാങ്ങിയ പൊറോട്ടയും ബീഫും ഒക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതോടെ ചൂടാക്കിയിട്ട് തന്നെ ഞാൻ പൂരിയോടൊപ്പം വിളമ്പിയിട്ടുണ്ട്. അങ്ങനെ മക്കളൊക്കെ ഫ്രഷ് ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാനും ഇക്കായും മാത്രമാണ് കേട്ടോ ഇനിയിപ്പോൾ കഴിക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ നമ്മളും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എനിക്കൊരു ചക്ക കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അത് പഴുത്തിട്ടില്ല, പച്ചയാണ്. അതൊരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും പഴുക്കുമെന്നാണ് ചേച്ചി പറഞ്ഞത്. ഇനിയിപ്പം ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ശ്രമത്തിലാണ് കേട്ടോ. മോള് ഒരു ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കി തരുമമ്മ എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി പറയുന്നു. അപ്പോൾ പിന്നെ പഴയൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അവൾക്കൊരെണ്ണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മുറിച്ചത് തീരെ ശരിയായിട്ടില്ല കേട്ടോ. അന്നേരമൊക്കെ ധൃതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ അത് കീറിപ്പോയി. അപ്പോൾ ആ ഒരു സൈഡ് കുറച്ച് കട്ടി കൂടാനും ഒന്ന് വൃത്തിയാക്കി കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ പഴയൊരു നോട്ട്ബുക്കിൻ്റെ ബൈൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു വലിയ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് കുഞ്ഞ് ചെറിയ ട്രേ ഒക്കെ വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഭംഗിയാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഭംഗിയായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ഒരു നോട്ട്ബുക്കിൻ്റെ ബൈൻഡൊക്കെ ഒന്ന് ഒട്ടിച്ചൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ വൃത്തികേടായിട്ടാണ് കേട്ടോ പൊട്ടിച്ചെടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുകയാണ്. പിന്നെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ട്രേ റെഡിയാക്കിയത് വാച്ചിൻ്റെ ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് മഞ്ചത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ റോസ് ഫ്ലവറൊക്കെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ കാശ് കൊടുത്ത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം, എങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പം അതിനൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ മക്കൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ട്രേ ഒക്കെ ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫെവിക്കോൾ ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് ഡ്രൈ ആയി കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുത്തു. ഇപ്പോൾ ഇതാ ഒരു ട്രേയിൽ ഇങ്ങനെ നമുക്ക് ഡ്രോയർ വലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 മുത്ത് ഇങ്ങനെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കൊടുത്തായിരുന്നു. പക്ഷേ അത് വലിച്ചപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു പോന്നു. പിന്നെ ഞാനത് ത്രെഡ് വെച്ചിട്ട് അങ്ങനെ കെട്ടി വെച്ച് കൊടുത്തു. 2 ദ്വാരമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നു കേട്ടോ, വലിക്കുമ്പോൾ ഒന്നും ഇങ്ങനെ പറഞ്ഞു പോരില്ല. അപ്പോൾ മോൾക്ക് നല്ല ഇഷ്ടമായി. നിങ്ങളെന്തായാലും ഇത് നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ ഫൈനൽ ലുക്ക്. മോളത് സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എൻ്റെ ഉള്ളിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടോയ്സോ അങ്ങനെ എന്തൊക്കെയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇറേസർ അങ്ങനെ എളുപ്പം എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഡ്രോയറിൽ വെക്കാം. അപ്പോൾ ഇതാ അവളുടെ മെമ്മറി ബുക്ക്, അതായത് അതിലാണ് അവൾ ഇനി എന്തൊക്കെ ചെയ്യണം, ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, ടു ഡു ലിസ്റ്റ് പോലെ അങ്ങനെ എഴുതിയൊക്കെ വെക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ അതും അവൾ അതിനുള്ളിൽ വെച്ചു. അങ്ങനെ മോളും ഹാപ്പിയായി. അങ്ങനെ നമ്മളെ ബോക്സ് ഉണ്ടാക്കൽ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മക്കൾ പിന്നെ ടി വിയുടെ മുമ്പിലേക്ക് പോയി. ഞാനാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പരിപാടികളൊക്കെ നമുക്കിനി തുടങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ട് കിച്ചണിലേക്കും കയറി. അങ്ങനെ ചോറ് വേവിക്കാനുള്ള വെള്ളമൊക്കെ ഇതാ കുക്കറിലേക്ക് വെച്ചു. അപ്പോഴേക്കും പെരിഞ്ചീരം തീർന്നു പോയിട്ടോ, പൊടിച്ചതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെരിഞ്ചീരപ്പൊടി വേണമല്ലോ. അപ്പോൾ ഏതായാലും മുഴുവൻ പെരിഞ്ചീരം ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ മക്കൾക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇക്ക. അപ്പോൾ ഞാൻ അതിനിടയിൽ ഇതാ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. അപ്പോൾ സാധാ ചോറ് മതിയെന്ന് കേട്ടോ മക്കൾ പറഞ്ഞത്. അവർക്ക് ഈ ബിരിയാണിയും അങ്ങനത്തെ റൈസിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും സാധാ വെള്ളച്ചോറും നമ്മുടെ ചീരത്തോരനും ഒക്കെ ഇതാ റെഡിയാക്കുകയാണ്. പിന്നെ ചിക്കൻ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഒരു ടേസ്റ്റി രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. തീരെ ലൂസായിട്ടല്ല കേട്ടോ, ഒരു ടൈറ്റായിട്ടുള്ള ഒരു പുരട്ട് പോലത്തെ സംഭവം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒഴിച്ചു കൂട്ടാനായിട്ട് മോര് കറി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. സവാള അരിഞ്ഞതും പച്ചമുളകും ഒക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരാനായിട്ട് ഇടയ്ക്കൊന്ന് മൂടിയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എളുപ്പം സോഫ്റ്റായിട്ട് കിട്ടും. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ നേരത്തെ വറുത്ത് മാറ്റി വെച്ചില്ലേ പെരിഞ്ജീരകം, അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെരിഞ്ജീരകം പൊടിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ സവാളയും ആ ഒരു തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് കേട്ടോ ചേർത്തത്. പിന്നെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ എരിവ് നല്ല കുറച്ചാണ് ചേർത്തത്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പം കുറച്ച് എരിവ് കുറഞ്ഞിരിക്കട്ടെ എന്ന് കരുതി. പിന്നെ ഇതാ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്തിട്ട് ഈ ഒരു പൊടികളും പിന്നെ ആ ഒരു സവാളയും ഒക്കെ നല്ല മിക്സായിട്ട് വരുന്നത് വരെ, പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് വഴറ്റണം. ഇത് നന്നായിട്ട് യോജിച്ച് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ പീസിലേക്ക് ആ ഒരു മസാല നല്ലതുപോലെ കോട്ടാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു മസാല ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് വേണമെങ്കിൽ മൂടി വെച്ച് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പിടിക്കും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവുന്നത് വരെ മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെയൊക്കെ നോക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടയ്ക്ക് കറിവേപ്പിലയും അരിഞ്ഞ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ. ആ ഒരു സമയത്ത് ബ്രദറിൻ്റെ മോൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു.
അവനെയും കൂട്ടിയിട്ട് പോകാനായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വേഗം മോന് ഒരു ഡ്രിങ്ക് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾക്കും കൂടി റെഡിയാക്കി കൊടുക്കുക ആ ഒരു സമയത്ത്. ഇത് ഞാൻ കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു സ്ക്വാഷ്. അപ്പോൾ ഇത് പുണർപ്പുളിയില്ലേ അതിൻ്റെ സിറപ്പാണ്. ആ ഒരു ഫ്രൂട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മുകളിൽ ഞാൻ ആ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാംഗോസ്റ്റിനില്ലേ ഏകദേശം അതുപോലെ തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് കഴിക്കാനെടുക്കാം. പിന്നെ അതിൻ്റെ തോടാണ് കേട്ടോ ഇങ്ങനെ ഒരു സിറപ്പ് രൂപത്തിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഉമ്മയൊക്കെ ഇതിൻ്റെ തോടൊക്കെ വെച്ചിട്ട് അങ്ങനെ സിറപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുനാളിൽ ഈ ഒരു ഫ്രൂട്ട് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നല്ല മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ദാ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ പെരട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ പെരട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതും റെഡിയാക്കി നോക്കണേ. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ ഞാൻ കിച്ചണൊക്കെ ഒന്ന് നന്നായിട്ട് ഒതുക്കിയിട്ടു. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വീണ്ടും ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് ആ ഒരു പാത്രങ്ങളും കൂടി എന്തായാലും കഴുകാനുണ്ടാവും. അപ്പോൾ ബാക്കി ക്ലീനിങ് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു സമയത്ത് ക്ലീൻ ചെയ്തിട്ടാൽ നല്ല നീറ്റായിട്ടിരിക്കും കിച്ചണൊക്കെ. ഞാനതാ ചോറും കറികളൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ്. നല്ല മോര് കറിയും ചിക്കൻ പെരട്ടും ചിക്കൻ ഫ്രൈയും ചീരത്തോരനും ഒക്കെ ആയിട്ട് മക്കൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അവർ ടി വിൻ്റെ മുമ്പിൽ നിന്ന് എണീറ്റിട്ടില്ല കേട്ടോ. അതിൻ്റെ മുമ്പിൽ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കലും അങ്ങ് കഴിഞ്ഞു. പിന്നെ സ്കൂളുള്ള ദിവസം അവർക്ക് എപ്പോഴും തിരക്കും പഠിക്കാനും ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഈ ഒരു അവധി ദിവസങ്ങളിൽ ഞാനങ്ങനെ യാതൊരു സ്ട്രിക്റ്റും വെക്കാറില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യട്ടെ എന്ന് കരുതും. അപ്പോൾ പകലൊക്കെ കുറേ നേരം അങ്ങനെ ടി വിയൊക്കെ കണ്ട് അവർക്ക് ഇഷ്ടമുള്ള കളികളൊക്കെ കളിച്ച് അങ്ങനെ അവർ സ്പെൻഡ് ചെയ്യും. പിന്നെ രാത്രിയാണ് കേട്ടോ എല്ലാവരും പഠിക്കാനിരിക്കുന്നത്. പിന്നെതാ ഈ ഒരു പ്രേമലു മൂവി എത്ര തവണ ഇവിടെ ഓടി തളർന്നു യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അപ്പോൾ ബ്രദറിൻ്റെ മക്കൾ ഇന്ന് രാത്രി തിരിച്ചു പോകും. അവർ ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ തിരിച്ചു പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങി. ഇതിപ്പോൾ പിന്നീട് ഒരു 2 ദിവസം കഴിഞ്ഞുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ചേച്ചി തന്ന ആ ഒരു ചക്ക നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ശ്രമകരമായ പണിയായിരുന്നു. ചക്കയുടെ പുറത്തൊക്കെ മണ്ണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് മുഴുവനെ തന്നെ ചക്ക ഒന്ന് കഴുകിയിട്ട് കട്ട് ചെയ്ത എളുപ്പമായിരുന്നു. ഈ ഒരു മണ്ണ് ചുളയിലൊക്കെ പറ്റി പിടിക്കാതെ നോക്കായിരുന്നു. പക്ഷെ അത് വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മണ്ണ് പറ്റാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. ഈ ചേച്ചിക്ക് ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞു. പിന്നെ ചക്ക എന്തായാലും മുറിച്ചെടുത്താൽ മാത്രം പോരല്ലോ. അതിൻ്റെ ആ ഒരു ചവണിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇങ്ങനെ കഴിക്കാനുള്ള പാകത്തിനാക്കി കൊടുത്താലേ എല്ലാവർക്കും ഒരു സ്പീഡ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് റെഡിയാക്കിയിട്ട് ടേബിളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചക്ക ഞാനിതാ ഇക്കാടെ വീട്ടിലേക്കും കൂടി പാഴ്സൽ ചെയ്തു. പിന്നെ ഞാൻ 2 ഓയിൽ ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആമസോണിൽ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ മോളത് പൊട്ടിച്ച് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ അവൾക്ക് എന്ത് സാധനം വന്നാലും പൊട്ടിക്കാൻ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കും. അപ്പോൾ പിന്നെ അങ്ങനെ മോൾക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ആ ഒരു വിം ലിക്വിഡ് വരൂലേ ആ ഒരു ബോട്ടിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് ഒരു ഫ്രണ്ട് പറഞ്ഞു അത് നീ ഒഴിവാക്കണം, അത് കാണാൻ കൊള്ളൂല, ഇങ്ങനത്തെ ബോട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അതൊന്ന് വാങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തത്. 2 ഓയിൽ ബോട്ടിലാണ് കേട്ടോ ഇതിൽ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഓയിൽ കളയാതെ നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമില്ലേ ഫണല്, അതായത് വച്ചൂത്തി എന്നാണ് കേട്ടോ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആ ഒരു സാധനവും കൂടി ഉണ്ട്. അത് സിലിക്കണിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു റബ്ബർ പോലത്തെ സംഭവം. അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ അത് അവർ പൊട്ടാത്ത രീതിയിൽ നല്ല പാക്കിങ്ങിലൂടെയാണ് കേട്ടോ തന്നത്. ഒന്നിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പിന്നെ മറ്റേതിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഒക്കെ ഒഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ബോട്ടിലാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മൂടിയിൽ ഞാൻ കരുതി ആദ്യം എണ്ണയൊക്കെ ലീക്കാവുമെന്ന് കരുതി, പക്ഷേ ഉപയോഗിച്ചപ്പം നല്ല സൂപ്പറാണ് കേട്ടോ. എണ്ണയൊന്നും ലീക്കാവുന്നൊന്നുമില്ല. ഈ ഒരു സംഭവം നല്ല അടിപൊളിയാണ്. എണ്ണ നമുക്ക് പുറത്ത് കളയാതെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓയിൽ ബോട്ടിലൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാമല്ലോ. നല്ല അടിപൊളിയാണ്, നല്ല സംഭവമാണ്. ഗ്ലാസിൻ്റെ ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴുകി ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും.
അല്ലെങ്കിൽ ഓയിലൊക്കെ ഇങ്ങനെ പുറത്ത് പറ്റി പിടിച്ചിട്ട് മറ്റ് ബോട്ടിലുകളിലൊക്കെ ഇങ്ങനെ ഒരുതരം ഒട്ടലുണ്ടാവൂലേ, അപ്പോൾ ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്തായാലും. പിന്നെ അന്ന് നൈറ്റ് നമ്മൾ കഴിച്ചത് ഈ ഒരു ലെബനീസ് ഷവർമ്മയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, ഒരു ബന്ധുവിൻ്റെ ആണ്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു ലെബനീസ് ഷവർമ്മ ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ വാങ്ങിയതാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ഒരു നമ്മൾ ചപ്പാത്തിയുടെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ നിറച്ച ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇതാ സ്കൂൾ ടൈമാണല്ലോ, അപ്പോൾ രാവിലെ നമ്മൾ വെളുപ്പിനെ എണീറ്റിട്ട് ഹറിബറിയായിട്ട് കിച്ചണിൽ കിടന്ന് എത്ര ഓടിയാലും ജോലി തീരൂല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലത്തേക്ക് എന്തുണ്ടാക്കണമെന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം രാത്രി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ രാവിലെ നല്ല ഈസി ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യുന്ന ആ ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ തോരനൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. തോരൻ്റെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു, ക്യാബേജും വാഴയ്ക്കൊക്കെ റെഡിയാക്കി. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു തരട്ട് പോലുള്ള സംഭവമാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോയും സവാളയും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബോക്സുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ. പിറ്റേന്ന് കുക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കട്ടിങ് പണികളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി അല്ലെങ്കിൽ ചപ്പാത്തിയാണ് കേട്ടോ റെഡിയാക്കുന്നത് എങ്കിൽ ആ ഒരു മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് വെച്ചാൽ നമുക്ക് രാവിലെ ആ ഒരു പണിയും ലാഭമായി കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അതിന് വേണ്ടി മാറ്റി വെച്ചാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് വളരെ ഈസി ആയിരിക്കും പണികളൊക്കെ. മക്കളെ പറഞ്ഞു വിടുന്ന ആ ഒരു തിരക്കിലുള്ള ഓട്ടം കുറച്ച് ഒഴിവാക്കാം. പിന്നെ അവർക്കിടാനുള്ള യൂണിഫോമൊക്കെ തലേ ദിവസം തന്നെ ഒന്ന് അയൺ ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ അതും ഈസി ആയിരിക്കും. പിറ്റേന്ന് രാവിലെ നമ്മൾ അയൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ നല്ല പണി കിട്ടുമല്ലോ. അപ്പോൾ തലേ ദിവസം തന്നെ നമുക്ക് കറണ്ടുള്ള സമയത്ത് ഒന്ന് അയൺ ചെയ്തൊക്കെ വെച്ചാൽ അതും നല്ല ഈസി ആയിരിക്കും. പിന്നെ നാളത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മക്കളെയും കൂടി ഉൾപ്പെടുത്തുക കേട്ടോ. അവരോട് തന്നെ പറയുക അവരുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒലിച്ചു വെച്ചാൽ ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ ടിപ്സും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മടിക്കാതെ എഴുതിയേക്കണേ. അപ്പോൾ നമ്മുടെ ഫാമിലി 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല, അപ്പോൾ അതെന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.